ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. റെഡ് ബുൾ ഗീവ്സ് യു എന്ന് പറഞ്ഞ ഒരു ഓഡിയോ ഉള്ള ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വൈറലായിട്ടുള്ള വീഡിയോ എന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുള്ളൊരു എഡിറ്റാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ജസ്റ്റ് ഒരു കട്ട് ഔട്ട് ആയിട്ടുള്ളൊരു ഫോട്ടോ കയറി വരുന്നതും പിന്നെ ആ ഒരു സൂം ട്രാൻസിഷനുമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഫോട്ടോയും ആ ഒരു ഫസ്റ്റ് കാണുന്ന ഒരു വീഡിയോയും ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒരു ചെറുപ്പത്തിലെ ഫോട്ടോയും പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയൊരു വീഡിയോയും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റേഷ്യോ ഞാനൊന്ന് റീൽസിൻ്റെ ടൈപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, തന്നെ ഈ ഒരു ഫോട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വലുതാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫസ്റ്റ് ഇടയിൽ ആ ഒരു ചെറുപ്പത്തിലെ ആ ഒരു ഫോട്ടോ നമുക്ക് ഈ ഒരു ഓഡിയോയുടെ ആ ഒരു ഫസ്റ്റ് ഡയലോഗിൽ ഇപ്പോൾ റെഡ് ബുൾ ഗീവ്സ് യു എന്ന് പറഞ്ഞാൽ ആ ഒരു എൻഡ് എത്തുന്ന രീതിയിൽ അവിടം വരെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ കേൾപ്പിച്ചു തരാം. ഓക്കെ, ഇവിടം വരെ ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഫോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ശേഷം നമുക്ക് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തത് ജസ്റ്റ് ഒന്ന് ഓവർലേ ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു കട്ടിൻ്റെ ആ ഒരു ഫോട്ടോയുടെ അവിടെ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, ദെൻ എന്നിട്ട് ആ ഒരു ബാക്കിലുള്ള ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിലായിട്ട് ആ ഒരു ഫോട്ടോ വലുതായി കിട്ടും. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. ആ ഒരു ബാക്കിലുള്ള ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. അതിനായി നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു അഡ്ജസ്റ്റിൽ പോയിട്ട് സാറ്റുറേഷൻ ഫുള്ളായിട്ട് തന്നെ മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഫക്ട് സെക്ഷനിൽ പോയിട്ട് ബ്ലറിൻ്റെ ഈ ഒരു ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ബ്ലർ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ആ ഒരു ഫോട്ടോയുടെ അവിടെ വരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു ബ്ലാക്ക് ലൈൻസ് വരണം. സോ അതിനെ നമുക്കൊരു ഓവർലാണ് യൂസ് ചെയ്യണേ. സോ അതിനായിട്ട് ഓവർലിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഓവർലേ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓവർലേ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ബ്ലെൻഡിങ്ങിൽ പോയിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻസ് മാത്രമായിട്ട് ഇങ്ങനെ വരുന്ന കാണാം. ഓക്കെ, ശേഷം നമുക്ക് ഇതിൻ്റെ തന്നെ ഈ ഒരു അഡ്ജസ്റ്റിൽ പോയിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് ഫുള്ളായിട്ട് കൊടുക്കാം. ബ്രൈറ്റ്നസ് ഫുള്ളായിട്ട് കുറയ്ക്കാം. ഓക്കെ, എന്നിട്ട് ആ ഒരു ഷാർപ്പ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ദെൻ നമുക്ക് വീണ്ടും ഓപ്പോസിറ്റിയിൽ ചെന്നിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ആ ഒരു ലൈൻസ് കാണുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലാണ് പോലെ ആ ഒരു അടിയിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് ആ ഒരു ഫോട്ടോ വരുന്നത് നമുക്ക് ഇങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ്. സോ അതിനായി നമുക്ക് ഈ ഒരു ആ ഒരു നെക്സ്റ്റ് കിടക്കണ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യേണ്ടതുണ്ട്. സോ ജസ്റ്റ് ഒരു ഫോട്ടോ ആയിട്ട് കിട്ടണം. അതിനായി നമുക്ക് ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഫ്രീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. സോ ഒരു ഫ്രീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ഫോട്ടോ ആയിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് ഫോട്ടോ, അപ്പുറത്തുള്ള വീഡിയോ. ഓക്കെ, നമുക്ക് എന്നിട്ട് ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഓവർലി കൊടുക്കാം. ഓക്കെ, ഇവിടെ ഓവർലി ആയിട്ടുണ്ട്. നമുക്കിനി ആ ഒരു ലെയർ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു വിങ്സ് എന്ന് പറയുന്നിടത്ത് ജസ്റ്റ് ഒന്ന് കൊണ്ടുവയ്ക്കാം. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു വിങ്സ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് പിന്നെ നമ്മുടെ എൻഡിലായിട്ട് നമ്മുടെ ഒരു വീഡിയോ തുടങ്ങുന്നിടത്ത് കൊണ്ടുപോയി കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത ഒരു ലെയർ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. സോ അതിനായ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ റിമൂവ് BG എന്ന് പറഞ്ഞ് കാണും. സോ അതിൽ ഓട്ടോ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് റിമൂവ് ആവും. ഓക്കെ, ഇനി നമുക്ക് എൻഡിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എൻഡിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്നിട്ട് ആ ഒരു ഫോട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അടിയിലേക്കായിട്ട് ടോട്ടലി പോണ വരെ നമുക്ക് സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ജസ്റ്റ് ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിലാണെന്ന് ഈ ഒരു ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഒരു ഇത്തിരി ഫാസ്റ്റിൽ ഇങ്ങനെ വരുന്ന പോലെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത ഒരു ലെയറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവരണം. ഓക്കെ, ആ ഒരു രണ്ടാമത് കിടക്കണ ആ ഒരു ചെറുപ്പത്തിലായ ഒരു ഫോട്ടോയിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവരണം. അതിനായ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് റൈറ്റിലേക്ക് പോയിട്ട് അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് സാറ്റുറേഷനിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം.
നെക്സ്റ്റ് നമുക്ക് നോക്കാം ആ ഒരു ഫോട്ടോ എപ്പോഴാണോ അവിടെ വരുന്നത് ആ ഒരു വരുന്ന സ്ഥലത്ത് നമുക്ക് ആ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഒരു ഫോട്ടോ വരുന്ന സ്ഥലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കട്ട് ചെയ്ത് വരുന്ന ഒരു ഫോട്ടോ വരുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ബ്ലർ ആവണം. സോ അതിന് നമുക്ക് എഫക്ട് സെക്ഷനിൽ പോയിട്ട് ബ്ലർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ബ്ലറിൻ്റെ ഡ്യൂറേഷൻ ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റിൽ ചെന്നിട്ട് ആ രണ്ടാമത്തെ ലെയർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ബ്ലർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബ്ലർ ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അതിൻ്റെ ബ്ലറിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് ഫുള്ള് കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മളൊരു ബ്ലർ ഫെയ്ഡായിട്ട് കയറി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ കൊടുക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ക്ലിപ്സ് ആഡ് ചെയ്യലാണ്. സോ ഈ ഒരു സോങ്ങിൻ്റെ ബീറ്റ് അനുസരിച്ച് നമുക്ക് കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്തിട്ട് ആ ഒരു ബീറ്റും എല്ലാം സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ ഇവിടെ എല്ലാ കട്ട്സും ബീറ്റിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുപോലെ തന്നെ എല്ലാ കട്ട്സും ഈ ഒരു ബീറ്റ് അനുസരിച്ച് തന്നെ റെഡിയാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കട്ട്സിലൊക്കെയാണ് എഫക്റ്റുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു സൂം ചെയ്യുമ്പോൾ ആ ഒരു ഷെയ്ക്കും ബ്ലറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സൂമിങ് കൊണ്ടുവരാം. അപ്പോൾ അതിനായിട്ട് ഒരു കട്ടിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ എന്നിട്ട് ഈ ഒരു ഫ്ലോ 2 എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒരു നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൂം ഇവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഇങ്ങനെ തന്നെ എല്ലാ കട്ട്സിലും ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അപ്പോൾ ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് എല്ലാ കട്ട്സിലും ആ ഒരു സൂം എഫക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എഫക്ട് സെക്ഷനിൽ കയറിയിട്ട് ഷെയ്ക്കിൻ്റെ ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റ് നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു 2 കട്ട്സിൻ്റെ ഇടയിലായിട്ട് വരേണ്ട രീതിയിൽ ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോലെ അതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റ് എടുത്തിട്ട് അത് ഓൾ ലെയർ ആക്കി കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ലെയറിലും ഈ ഒരു എഫക്റ്റ് വർക്കാവും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഷേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. സോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഷേക്ക് എത്രത്തോളം വേണം എന്നുള്ളതിൻ്റെയാണ്. അപ്പോൾ ഒരു ഇൻറ്റൻസിറ്റിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഒരു 34 ഒക്കെയാണ് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിട്ട് നമുക്ക് സെൻട്രലായിട്ട് തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലെഫ്റ്റിലും റൈറ്റിലും കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. ഓക്കെ, ലെഫ്റ്റിലും റൈറ്റിലും 0, സെൻട്രലായിട്ട് നമുക്ക് ഇൻറ്റൻസിറ്റി ഒരു 24 ഒക്കെ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് അവിടെ ഒരു ഷേക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേക്ക് എല്ലാ കട്ട്സിലും കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു കാര്യം നോക്കാം. സോ ഇപ്പോൾ ഈ ഒരു ഷേക്ക് നമുക്ക് അപ്പുറത്തെ കട്ട്സിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആയിട്ട് നമുക്ക് ആ ഒരു ഷേക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ആ ഒരു ഓൾ വീഡിയോസ് എന്നുള്ളതിൻ്റെ ആ ഒരു എസിൻ്റെ അവിടെ ആയിട്ടാണ് നമുക്ക് ആ ഒരു കീ ഫ്രെയിം കാണുന്നത്. ആ ഒരു സെൻട്രലായിട്ട് ഒരു ഷേക്ക് വരുന്ന കീ ഫ്രെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എസിൻ്റെ അവിടെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യണം. ആ ഒരു ഭാഗത്ത് ആ ഒരു എസ് വരുന്നു. ഓക്കെ, മനസ്സിലായില്ല? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഷേക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ പ്ലേസ് ആയി കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ കട്ട്സിൻ്റെയും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റാക്കി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഷേക്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഷേക്ക്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത് ബ്ലറാണ്. അപ്പോൾ ബ്ലർ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ആ ഒരു ഷേക്ക് എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ഓക്കെ, ദെൻ നമുക്ക് ആ ഒരു എഫക്റ്റ് റീപ്ലേസ് ചെയ്യാനുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് ബ്ലറാക്കി കൊടുക്കുക. ഓക്കെ, ബ്ലറാക്കി കൊടുത്ത ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ആ ഒരു എസ്സിൻ്റെ അവിടെ വെച്ചല്ല ആ ഒരു ഷേക്ക് ക്രിയേറ്റ് ചെയ്ത് ഷേക്ക് വന്നത് ആ ഒരു കീ ഫ്രെയിം. സോ അവിടെ തന്നെ നമുക്ക് ആ ഒരു ബ്ലറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് സെൻറ്ററിൽ 100, ലെഫ്റ്റിലും റൈറ്റിലും 0 ആക്കി കൊടുക്കുക. ഓക്കെ, കീ ഫ്രെയിം. ദെൻ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ലതായിരിക്കും ഗ്രാഫ് ആഡ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊന്ന്
കുറച്ച് മേലേക്കും എൻഡിങ്ങിലായിട്ട് കുറച്ച് ബാക്കിലേക്കും ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു എഫക്റ്റ് നമുക്ക് എല്ലാത്തിലും നേരത്തെ പ്ലേസ് ചെയ്ത പോലെ തന്നെ പ്ലേസ് ചെയ്ത് വെക്കണം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് എല്ലാ കട്ട്സിൻ്റെയും സെൻട്രലായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് വെക്കുക. നമ്മുടെ ഒരു ഷേക്കിൻ്റെ താഴെ തന്നെ വെച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇതും ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എഫക്റ്റ് ഇടയിലൊക്കെ ഇവിടെ അത്യാവശ്യം ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല രീതിയിലൊരു ഷെയ്ക്ക് എഫക്റ്റും ബ്ലറും കൂടെ മിക്സ് ആയിട്ടായ ഒരു അടിപൊളി സൂമിങ് എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ് ടെക്സ്റ്റ്. ആ ഒരു വീഡിയോയിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീഡിയോയിൽ പോലത്തെ ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഡ് ബുൾ ഗീവ്സ് യു എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഏത് കളറാണോ വേണ്ടത്, ഏത് ഫോണ്ടാണോ വേണ്ടത് ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ നിങ്ങൾക്ക് ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഫോണ്ടാണ് ചൂസ് ചെയ്യണത്. ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് അടിയിൽ കൊണ്ടുവന്ന് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് സൂം കുറച്ച് അടിയിൽ കൊണ്ടുവന്ന് വെച്ച് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ അതിൻ്റെ ഡ്യൂറേഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിൽ ഫസ്റ്റ് തന്നെ ഒരു ഫെയ്ഡ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ കൊണ്ടുവരാം. അതിനെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ആനിമേഷനിൽ പോയിട്ട് ഫെയ്ഡ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഒരു സെക്കൻഡ്സ് കുറച്ച് ഒരു 1 സെക്കൻഡ് ആക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഈ ഒരു കട്ടിൻ്റെ ബാക്കിലായിട്ട് വരണം. അതിനായി നമുക്ക് ഈ ലെയേഴ്സ് ഓപ്പൺ ആക്കാം. എന്നിട്ട് ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്ത് ആ ഒരു കട്ടിൻ്റെ ബാക്കിലോട്ടാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു കട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി വീണ്ടും ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. സോ വിങ്സ് എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആഡാക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ ഫോണ്ടും പിന്നെ ആ ഒരു ആനിമേഷന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഫോണ്ട് നമുക്ക് നേരത്തെ കൊടുത്ത ഒരു ഫോണ്ട് തന്നെ കൊടുത്താൽ മതി. ഓക്കെ, ദെൻ ഇത് ജസ്റ്റ് ഒന്ന് സൂമാക്കി വലുതാക്കി വെച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ സ്റ്റൈലിൽ പോവാം. സ്റ്റൈലിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലോ കാണാം, ഈ റെഡ് ഗ്ലോ കാണാം. സോ ഒരു റെഡ് ഗ്ലോ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കളറിൽ ചെന്ന് റെഡ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ റെഡ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ആ ഒരു കട്ട് വരുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ എൻഡിലായിട്ട് നമുക്കൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ദെൻ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൂം കുറയ്ക്കാം. അടിയിലേക്ക് കൊണ്ടുപോയിട്ട് സൂം ഒന്ന് കുറച്ച് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു ആനിമേഷൻ കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിലൊരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അത്യാവശ്യം ഒരു സ്ക്രീനിലാണെന്ന് ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കട്ട് വരുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി CC കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ജസ്റ്റ് അലൈറ്റ് മോഷനിലാണ് ചെയ്യണേ. അപ്പോൾ അതിനായി ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കാം. അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു റേഷ്യോയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ ഒരു എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു CC ഇതിലേക്ക് ആഡ് ചെയ്യണം. സോ അപ്പോൾ ഈ ഒരു CC ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ആ ഒരു കട്ട്സിൽ കൊണ്ടുപോയി ഇടുക. ആ ഒരു കട്ട്സിൽ കൊണ്ടുപോയി പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിന് കുറച്ചുകൂടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്കൊരു ഓവർലേസ് കൂടെ ആഡ് ചെയ്യണം. സോ അതിനെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഓവർലേ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓവർലേ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഡൗൺലോഡ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ റൊട്ടേഷൻ ജസ്റ്റ് ഒന്ന് 90 ഡിഗ്രി ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് ബ്ലെൻഡിങ്ങിൽ പോയിട്ട് സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എഫക്റ്റ് കിട്ടും. ആ ഒരു ഓവർലി ഇവിടെ സെറ്റായി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. സോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ വേറെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.